രണ്ടാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഒരു കുഞ്ഞു കവിതയാണ് കേട്ടോ. യൂണിറ്റിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള എൻ അംബ്രല ഫോർ ഓൾ എന്ന് പറയുന്ന സ്റ്റോറി നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ അതൊരു സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കയറി കാണാം കേട്ടോ. പേജ് നമ്പർ 19 നമുക്ക് പഠിക്കാനുള്ള കവിതയുള്ളത്. എന്താണ് നമ്മളുടെ പോയത്തിൻ്റെ പേര്? ബണ്ണീസ് അംബ്രല. ബണ്ണി എന്ന് പറഞ്ഞാൽ മുയൽക്കുഞ്ഞ് എന്നുള്ളതാണ് കേട്ടോ. നമുക്കിവിടെ പിക്ചറിൽ ആരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ഒരു മുയൽക്കുഞ്ഞുണ്ട് അല്ലേ, പിന്നെ എന്താണ്, ഒരു മങ്കി ഉണ്ട്, പിന്നെ ഒരു പാരറ്റ് ഉണ്ട് അല്ലേ, തത്തയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ബണ്ണീസ് അംബ്രല. ബണ്ണി എന്ന് പറഞ്ഞാൽ മുയൽക്കുഞ്ഞാണ്, അംബ്രല എന്ന് പറഞ്ഞാൽ എന്താണ്? കുടയാണ് അല്ലേ. അപ്പോൾ ബണ്ണീസ് അംബ്രല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുയൽക്കുഞ്ഞിൻ്റെ കുട എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ വരുന്നത്. നമ്മൾ തൊട്ട് മുൻപ് പഠിച്ച സ്റ്റോറി ഏതാണ്? സ്റ്റോറിയുടെ പേര് ആൻ അംബ്രല ഫോർ ഓൾ എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും കൂടെ ഒരേ ഒരു കുട. ഇവിടെ നമുക്ക് പിക്ചറിൽ ആരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ഒരു മുയലുണ്ട്, ഉറുമ്പുണ്ട്, പിന്നെ എന്താ, കുരുവിയുണ്ട്, എലിയുണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട് അല്ലേ, പിന്നെ എന്താണ്, മുകളിലായിട്ടൊരു ഫ്രോഗും ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ തന്നെയും ഒരു കുടയായിട്ട് നിന്നത് ആരാണ്? മഷ്റൂമാണ്. അപ്പം ആൻ അംബ്രല ഫോർ ഓൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും കുടയാണ് ഈ മഷ്റൂം. അതാണ് ഈ സ്റ്റോറിയിലൂടെ നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന പോയത്തിൻ്റെ പേരെന്താണ്? ബണ്ണീസ് അംബ്രലയാണ്, മുയൽക്കുഞ്ഞിൻ്റെ കുട. സിമ്പിളായിട്ടുള്ളൊരു പോമാണ്. 2 സ്റ്റാൻസാസ് ആണ് ഉള്ളത്. ഓരോ സ്റ്റാൻസയിലും 4 വരികൾ വീതമാണ് ഉള്ളത്. ഓക്കെ, നമുക്കിനി പോം നോക്കാം. റെയിൻ ഡ്രോപ്സ് ഫാളിങ് ഫ്രം ദ സ്കൈ. റെയിൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഴത്തുള്ളികൾ. ഫാളിങ് എന്ന് പറഞ്ഞാൽ വീഴുക. അപ്പം മഴത്തുള്ളികൾ താഴേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട്. എവിടെ നിന്നാണ്? ഫ്രം ദ സ്കൈ. സ്കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം. അപ്പം മഴത്തുള്ളികൾ ആകാശത്തിൽ നിന്നിങ്ങനെ താഴേക്ക് വീഴുന്നുണ്ട്. മഷ്റൂം സ്റ്റാൻഡിങ് ടോൾ ആൻഡ് ഡ്രൈ. മഷ്റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, കൂണാണ് മഷ്റൂം. ഓക്കെ, മഷ്റൂം സ്റ്റാൻഡിങ് ടോൾ എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്നുണ്ട്. ആൻഡ് ഡ്രൈ. ഡ്രൈ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ഭാഗം, മഷ്റൂമിൻ്റെ താഴെയുള്ള ഭാഗമൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, നനഞ്ഞിട്ടില്ല. ഓക്കെ, അവിടെയൊക്കെ ഇങ്ങനെ നനയാതെ ഡ്രൈ ആയിട്ട് കിടപ്പുണ്ട്. ദ ബണ്ണി ഹോപ്സ് ആൻഡ് ഹൈഡ്സ് ബിലോ. ബണ്ണി എന്ന് പറഞ്ഞാൽ ആരാണ്? മുയൽക്കുഞ്ഞാണ് അല്ലേ. നമുക്ക് മുയൽക്കുഞ്ഞിനെയും പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. ഹോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടില്ലേ, മുയൽക്കുഞ്ഞ് എങ്ങനെയാണ്? ഇങ്ങനെ ചാടി ചാടിയല്ലേ മൂവ് ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പോൾ ഒരു മുയൽക്കുഞ്ഞ് ചാടി വന്നു, എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് ഹൈറ്റ്സ് ബിലോ, ഒളിക്കുക അല്ലേ. ബിലോ എന്ന് പറഞ്ഞാൽ താഴെ. എന്തിൻ്റെ താഴെയാണ്? കൂണിൻ്റെ താഴെയാണ് കേട്ടോ. അപ്പം ബണ്ണി ചാടി വന്നു, ഒരു മുയൽക്കുഞ്ഞ് ചാടി വന്നിട്ട് ഈ ഒരു മഷ്റൂമിൻ്റെ താഴെയായിട്ട് ഒളിച്ചിരുന്നു. സേഫ് ഫ്രം റെയിൻ ആൻഡ് വിൻഡ് ദാറ്റ് ബ്ലോസ്. റെയിൻ എന്ന് പറഞ്ഞാൽ മഴയാണ്. വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ് അല്ലേ. ബ്ലോസ് എന്ന് പറഞ്ഞാൽ വീശുക. വിൻഡ് ബ്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റ് വീശുന്നതിനെയാണ് പറയാം. അപ്പോൾ മഴയിൽ നിന്നും കാറ്റ് വീശുന്നതിൽ നിന്നൊക്കെ സുരക്ഷിതമായിട്ട്, സേഫായിട്ട് എവിടെ ഇരുന്നു? ആ ഒരു മഷ്റൂമിൻ്റെ അടിയിലായിട്ട് നമ്മളുടെ ബണ്ണി വന്നിട്ട് ഇരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് ആൻസറിൽ പറയുന്നത്. എന്തൊക്കെയാണ്? മഴത്തുള്ളികൾ ആകാശത്ത് നിന്ന് താഴേക്ക് പതിച്ചു. ഒരു മഷ്റൂം എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്നുണ്ട്, അതിൻ്റെ താഴെഭാഗമൊക്കെ ഡ്രൈ ആണ്. അപ്പോൾ ഒരു ബണ്ണി, മുയൽക്കുഞ്ഞ് ചാടി ചാടി വന്നിട്ട് ആ മഷ്റൂമിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒളിച്ചിരുന്നു. അത് മാത്രമല്ല, മഴയിൽ നിന്നും കാറ്റ് വീശുന്നതിൽ നിന്നും ഒക്കെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു എന്താണ്, മഷ്റൂമിൻ്റെ താഴെ എന്ന് പറയുന്നത്, ആ ഒരു മുയൽക്കുഞ്ഞിനെ സംബന്ധിച്ച്. അപ്പോൾ അവിടെ സേഫായിട്ടിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ലാസ്റ്റ് സ്റ്റാൻസ് നോക്കാം. താങ്ക് യു മഷ്റൂം ബിഗ് ആൻഡ് വൈഡ്. അപ്പോൾ ഇവിടെ ബണ്ണി, അതായത് നമ്മളുടെ മുയൽക്കുഞ്ഞ് മഷ്റൂമിനോട് താങ്ക്സ് പറയാണ്. താങ്ക് യു മഷ്റൂം എന്ന് പറയാണ്. എന്താണ്? ബിഗ് ആൻഡ് വൈഡ്. മഷ്റൂം വലുതാണ്, അതുമാത്രമല്ല എന്താണ്, വൈഡാണ്, വിശാലവുമാണ് അല്ലേ. യു ആർ എ പെർഫെക്റ്റ് സ്പോട്ട് ടു ഹൈഡ്. ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒളിക്കുക. അപ്പോൾ നീ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോട്ടാണ്, ഒരു ഉത്തമമായിട്ടുള്ള സ്ഥലമാണ് ഒളിക്കാൻ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വിത്ത് എ ഹോപ്പ് ദ ബണ്ണി ഹാസ് ഗോൺ ഡ്രൈ ആൻഡ് ഹാപ്പി മൂവിങ് ഓൺ. അപ്പം വിത്ത് എ ഹോപ്പ്, ഹോപ്പ് എന്ന് പറഞ്ഞാൽ ചാടുക അല്ലേ. ചാടിക്കൊണ്ട് ദ ബണ്ണി ഹാസ് ഗോൺ, മുയൽക്കുഞ്ഞ് പോയി. ഡ്രൈ ആൻഡ് ഹാപ്പി മൂവിങ് ഓൺ. അപ്പോൾ എന്താണ്? ഡ്രൈ ആണല്ലേ, മഴയൊന്നും നനഞ്ഞിട്ടില്ല, കൂണിൻ്റെ അടിയിൽ കയറി നിന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഡ്രൈ ആണ്. ആൻഡ് ഹാപ്പി, സന്തോഷവാനും ആണ്. മൂവിങ് ഓൺ, അങ്ങനെ അതെന്ത് ചെയ്തു? മുന്നോട്ട് പോയി എന്നാണ് പറയുന്നത് കേട്ടോ.
അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്റ്റാൻസയിൽ പറഞ്ഞിട്ടുള്ളത്? മഷ്റൂമിനോട് നമ്മളുടെ ബണ്ണി താങ്ക്സ് പറയുകയാണ് അല്ലേ? എന്തിനാണ് താങ്ക്സ് പറയുന്നത്? നീ വളരെ വലുതും അതേപോലെ വൈഡുമാണ്. വൈഡെന്ന് പറഞ്ഞാൽ എന്താണ്? വിശാലമാണ്. എന്താണ്? ഒളിച്ചിരിക്കാനൊരു പെർഫെക്റ്റ് സ്പോട്ട് കൂടിയാണ്. അതുകൊണ്ട് നിനക്ക് നന്ദി, അല്ലെങ്കിൽ താങ്ക് യു മഷ്റൂം എന്ന് പറയാണ് ആര്? നമ്മളുടെ ബണ്ണി. എന്നിട്ട് ബണ്ണി എന്ത് ചെയ്യാണ്? മഴയൊക്കെ മാറിയ സമയത്ത് ചാടിക്കൊണ്ട് അങ്ങനെ പോവുകയാണ്. ഹാപ്പിയാണ്, ഡ്രൈ ആണ്. കാരണം മഴ നനഞ്ഞിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഹാപ്പിനെസ്സും ഉണ്ട്. മഴ നനയാതെ ഡ്രൈ ആണ്. അങ്ങനെ അത് മുന്നോട്ട് ചാടി ചാടി പോയി എന്നാണ് കേട്ടോ പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് നമ്മളുടെ കവിത. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ കിട്ടാനായിട്ട് ലേണേഴ്സ് കോർണറിൻ്റെ ഈ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനൽ തന്നെയായിരിക്കും ഇത്. അതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.